കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 4 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടെ സംസ്കരിക്കും. രാമന്തളിയിലെ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ 6ഉം 2ഉം വയസ്സുള്ള മക്കൾ എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കൊലപ്പെടുത്തി കലാധരനും അമ്മയും ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. രാമന്തളി സെന്റർ വടക്കുംപാട് റോഡിന് സമീപത്തെ കോയിത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ, മകൻ കലാധരൻ, കലാധരന്റെ മക്കളായ 6 വയസ്സുകാരി ഹിമ, 2 വയസ്സുള്ള കണ്ണൻ എന്നിവരെ തിങ്കളാഴ്ച രാത്രിയാണ് വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട് പൂട്ടിയ നിലയിൽ കണ്ടത് ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. കലാധരനും അമ്മ ഉഷയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും 2 മക്കളും നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടത്. മുറിയിലെ മേശപ്പുറത്ത് മദ്യക്കുപ്പി, കീടനാശിനിയുടെ കുപ്പി, പാൽ എന്നിവ കണ്ടെത്തിയിരുന്നു. പാലിൽ കീടനാശിനി കലക്കി നൽകി മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും ഉഷയും തൂങ്ങി മരിച്ചതെന്നാണ് നിഗമനം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുകയാണ്. കലാധരന്റെ കൂടെ താമസിക്കുന്ന മക്കളെ അമ്മയുടെ ഒപ്പം വിടാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഭാര്യ നിരന്തരം മക്കളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കലാധരനെ വിളിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കും, കുട്ടികളെ വിട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കും. മൂത്ത കുട്ടീനെ വിട്ടുകൊടുത്തോണ്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് അച്ഛനുള്ളത് പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ തന്നെ നിൽക്കുകയാണ് അവർക്ക്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് ആക്ച്വലി വീക്കിലി ഒരു ദിവസം കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ട് ശനിയാഴ്ച കൊണ്ടുവരാന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. വേർപെട്ട് കഴിയുന്ന ഭാര്യ കുട്ടികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതികൾ നൽകിയത് മാനസികമായി കലാധരനെ തളർത്തിയിടുന്നുവെന്നും കുടുംബം പറഞ്ഞു. കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനൂജ് പരിവാളിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കണ്ണൂർ.